ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരും വലിയ പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെ വലിയ പെരുന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ ഒന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തലേന്നത്തെ കുറച്ച് വിശേഷങ്ങളും അന്നത്തെ കുറച്ച് വിശേഷങ്ങളുമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആ തലേന്ന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് മക്കൾക്ക്. അപ്പോൾ ജാബിയും കുട്ടികളൊക്കെ ഇപ്പം അങ്ങോട്ട് വരും. നോമ്പ് തുറന്ന് സംസ്കരിച്ചിട്ട് അവനെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെൽക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വെൽക്ക് ഫുഡൊക്കെ കൊടുത്ത് വില സൈഡാക്കിയാൽ തന്നെ നമ്മളെല്ലാ പണിയും അങ്ങ് തീരും. പിന്നെ ഇങ്ങനെ മൈലാഞ്ചിയുടെ അടുത്ത് വന്നിങ്ങനെ ബുദ്ധിമുട്ടാക്കില്ല. അപ്പോൾ വലുതൊക്കെ സെറ്റായി കൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ വേഗം ഇതൊക്കെ ഞാൻ മൈലാഞ്ചി ഇപ്പം എടുത്ത് തൊട്ട് തുടങ്ങുന്നുണ്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ വേഗം എന്തെങ്കിലും ഒരു ഡിസൈൻ വെച്ച് കൊടുക്കാൻ വിചാരിച്ച്. വലിയ സംഭവം എന്നാക്കി എനിക്ക് ഇടാനൊന്നും അറിയില്ല, ഒപ്പിക്കുക അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറേ നേരം ഇങ്ങനെ ഇട്ട് കൈ പിടിച്ച് നിൽക്കൂല കേട്ടോ, അപ്പം തന്നെ പോക്കണേ. അപ്പോൾ ഞാൻ ബിഗ് ബി ആണ് ഇട്ട് കൊടുക്കുന്നത്. കുറേ നേരം ഇങ്ങനെ ഇട്ട് നിൽക്കുക അതൊന്നുമില്ല. അങ്ങനെ ഓൻ്റെ സെറ്റാക്കി. അപ്പം ഞാൻ സ്പീക്കറിൽ കുറച്ച് പാട്ടും പിന്നെ തക്ബീറൊക്കെ ഇട്ടിട്ടോ കൂടെ അങ്ങനെ ചെല്ലാലോ. അങ്ങനെ നിനക്ക് മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ജാബിയും കുട്ടിയൊന്നും വന്നില്ല മക്കളൊന്നും. അപ്പോൾ ഇഷാ കഴിഞ്ഞിട്ട് വാപ്പ കൂട്ടാൻ പോകാൻ വിചാരിച്ച്. പിന്നെ ഈ വലിയ പെരുന്നാൾ വലിയൊരു സുഖമില്ല കേട്ടോ ആർക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ മുത്ത് കൂടല്ല കേട്ടോ, മോന് ഇവിടെ ഇല്ല. അതുകൊണ്ട് വലിയൊരു ഉഷാറില്ല ആർക്കും. എല്ലാവരും ഇങ്ങനെ പറയുക മുത്തില്ലാത്തതുകൊണ്ട് ഒരു സൈലൻ്റായി നിൽക്കുകയാണ് എല്ലാവരും കേട്ടോ. ഒച്ചപ്പാടിനായാലും ഒക്കെ തന്നെ ഒരു സുഖമല്ലേനു. ആരും ഇല്ലേനു ഇപ്രാവശ്യം. അനിയനാണെങ്കിൽ ആരും ഇല്ലേനു കേട്ടോ ഈ പെരുന്നാളിന്. ഞങ്ങളും പിന്നെ ജാബിയും മക്കൾ തന്നെ ഉള്ളേനു. പിന്നെയെന്ന് വെച്ചിട്ട് വീട്ടിൽ നിറച്ച് പണിക്കാരും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വീടൊക്കെ ആകെ വലിച്ച് വാരിയിട്ടിക്കാണ് കേട്ടോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സിമെൻറ്റ് പൊടി അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് വൃത്തിയാക്കി പെരുന്നാളിനൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചതാണ്. ഇനിയും പണിക്കാർ നാളെ തൊട്ട് പെരുന്നാൾ കഴിഞ്ഞ് അങ്ങനെ വരാൻ തുടങ്ങും. അതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജാബിയും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓൾക്ക് ഫുഡൊക്കെ കൊടുക്കുകയാണ്. ഇനിയിപ്പം മൈലാഞ്ചി മീനൊക്കെ ഇട്ട് കൊടുത്തല്ലോ. അങ്ങനെ ഇനി എന്തായാലും ഫുഡ് കഴിക്കാച്ചു. അങ്ങനെ ഞാൻ കുറച്ച് നോമ്പ് തുറക്കുമ്പോൾ കുറച്ച് കടായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ കടായി. അതും ചോറും കഴിക്കുകയാണ്. ഇനി ചോറ് ഞാനും കൂടി കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് മൈലാഞ്ചി ഇടാൻ. അങ്ങനെ വേഗം ഫുഡൊക്കെ കഴിച്ച് ഇഷൂട്ടിക്കും ജാബിക്കൊക്കെ മൈലാഞ്ചി ഇട്ടെടുത്ത്. പിന്നെ അങ്ങനെ ഈദിൻ്റെ തലേന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിട്ടോ. പിറ്റേന്ന് ഈദ് ഡേ ആണ് കേട്ടോ. രാവിലെ തന്നെ നല്ല മഴ ആണ്. അങ്ങനെ പിന്നെ വാപ്പയും വേഗം പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങിട്ടോ. അപ്പോൾ റന്നൂസും ഉണ്ട്. റന്നൂസ് ഇന്നലെ രാത്രി പിന്നെ ഓല അങ്ങോട്ട് പോയി കിടക്കാൻ അങ്ങോട്ട് പോയതായി കേട്ടോ. അങ്ങനെ ഓനെ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. ജാബി ഇപ്പം വരും. അങ്ങനെ വാപ്പ പോയി. പിന്നെ മുത്തില്ലാത്തതുകൊണ്ട് ഭയങ്കര എല്ലാവർക്കും ഒരു ഇടുങ്ങേറുണ്ട് പള്ളിയിൽ പോകുന്ന സമയത്തൊക്കെ. അങ്ങനെ വാപ്പ എല്ലാവരും പോയപ്പോൾ പിന്നെ ഞാൻ ഇന്ന് സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആരും വരാനും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ഒരു ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ രാവിലെ പത്തിരിയും ചായയൊക്കെ കുടിച്ചിട്ടാണ് പള്ളിയിലേക്ക് പോകാനുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം പിന്നെ പിടിക്കാതെ പോയിട്ടോ വാപ്പ. വലിയ പെരുന്നാളിന് ചായ കുടിക്കാതെ പോകുന്നതാണ് സുന്നത്ത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സുന്നത്ത് വേണ്ടിയിട്ടല്ല, അപ്പോൾ ചായ ആ സമയത്ത് ആയില്ലേനു കേട്ടോ. അപ്പോൾ വാപ്പ പറഞ്ഞ് 7 മണിക്ക് നിസ്കാരമാണല്ലോ, അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് കുടിക്കാൻ വിചാരിച്ച്. അപ്പോൾ പിന്നെ ഞാൻ പത്തിരിയൊക്കെ ചുട്ട് പിന്നെ പായസത്തിനുള്ളതൊക്കെ റെഡിയാക്കാൻ കേട്ടോ. അങ്ങനെ വേഗം സേമിയ പായസം വെക്കാമെന്ന് വിചാരിച്ച്. പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യല്ലോ. അങ്ങനെ സേമിയം വറുത്ത് പിന്നെ പാലൊക്കെ ഒഴിച്ച് അതിലുള്ള എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ട് അതിന് ശേഷം ഞാനത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ അതും എണീറ്റ് വന്നിട്ടുണ്ടായിനെ. നേരെ വൈകിയാണല്ലോ ഉറങ്ങിയത്, 4 ആൾ നേരത്തെ എണീറ്റും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഓളെ കുറച്ച് നേരം തോളിലൊക്കെ ഇട്ട് കളിപ്പിച്ച് അങ്ങനെ കൊണ്ടുവരുന്നു കേട്ടോ. ഉറങ്ങി നീക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കുണുകുണുണ്ടാവും. അത് ഈ ഉച്ചക്ക് ഉറങ്ങി നീക്കുകയാണെങ്കിൽ രാവിലെ നീക്കുകയാണെങ്കിലൊക്കെ കളിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഓളൊന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പായസം റെഡിയാക്കുകയാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മളെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ ചെറിയ പെരുന്നാൾ കസ്റ്റാർഡ് അതിന് ഉണ്ടാക്കിയിട്ടുണ്ടതിന്. പ്രാവശ്യം പിന്നെ മഴയും ചൂടൊക്കെ കുറച്ച് കുറഞ്ഞല്ലോ. അങ്ങനെ പിന്നെ ഞാൻ വേഗം പോയി ധുവനെയും കുളിപ്പിച്ച് ഞാൻ കുളിച്ചു.
പിന്നെ മിനാക്ക് നല്ല ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, തലേന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾ എണീറ്റിട്ടൊന്നുമില്ല. അപ്പോൾ ഓൾ എണീക്കട്ടെ വിചാരിച്ച് ഞാൻ പിന്നെ ഓളെ വിളിക്കാൻ പോയില്ല കേട്ടോ. അങ്ങനെ വേഗം നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ജാബിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വേഗം പോയി ഒരു ഗ്ലാസ് പായസം കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴേക്ക് പിന്നെ മീന എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓക്ക് പിന്നെ ചായയൊക്കെ കൊടുത്തോളൂ, അവിടുന്ന് കുടിക്കുന്നുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ മന്തിയാണ് കേട്ടോ. എല്ലാ വലിയ പെരുന്നാളായാലും ചെറിയ പെരുന്നാളായാലും എല്ലാത്തിനും ഇവിടെ മന്തിയാണ് കൂടുതലും ഉണ്ടാക്കാറ്. സിമ്പിളാണല്ലോ, പെട്ടെന്ന് കഴിയും. എനിക്ക് കുറേ നേരം ഇങ്ങനെ കുക്ക് ചെയ്യുക, ഇങ്ങനെ എന്താ പറയുക, കുറേ ടൈം എടുത്ത് കുക്ക് ചെയ്യണമെന്ന് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ പിന്നെ വേഗം കഴിയണം. അപ്പോൾ മന്തിയിലേക്കുള്ള ചിക്കനും അതേപോലെ റൈസൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചാൽ എല്ലാവരും ഡ്രസ്സൊക്കെ അതിൻ്റെ ഇടയ്ക്ക് മീനിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും മാറ്റി ഒരുങ്ങിട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ആ മീനൻ്റെ മൈലാഞ്ചിയാണ് കേട്ടോ. ഇത് ഞെട്ടതാണ് കാണുമ്പോൾ. ഓൽക്ക് എന്തെങ്കിലും ഒന്ന് റെഡായാൽ മതിയല്ലോ. പിന്നെ നമ്മളെ ദ്വാബി നല്ല സ്റ്റൈലായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് ഇങ്ങനെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുങ്ങിയാൽ തന്നെ പോരാ, മാറ്റി കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കെങ്കിലും പോകണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്പ് പോവുക എന്നാണ് പറയുക കേട്ടോ. മാറ്റുമ്പോഴേക്ക് ചോദിക്കുമ്പോൾ അമ്പ് പോവുക, അതേപോലെ കുളിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ തുടങ്ങും അമ്പ് പോവുക. അപ്പോൾ ആന്ന് അറിയും ഞാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ജാബിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇത്. ഓൾത് ഡെനിമായിരുന്നു കേട്ടോ. ഞാൻ 3 പീസ് സെറ്റ് എടുത്തിട്ടുണ്ടായിനെ. അപ്പോൾ നമ്മളെ മന്തി ഇവിടെ ഞാൻ തമ്മിലൊക്കെ ഇട്ട് പോയതേനി. അപ്പോഴേക്കൊക്കെ റെഡിയായി. അപ്പോഴേക്ക് നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൻ്റെ പെങ്ങളെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓലെ സൽക്കരിച്ച് പിന്നെ ഓല് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ പായസം വേണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും പായസം എനിക്കൊന്ന് കുടിച്ച് മടുത്താണ്. പിന്നെ ജ്യൂസ് എടുത്ത് അങ്ങനെ ഓലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിൽ നിന്നില്ല കേട്ടോ ഓല്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വേഗം ഫുഡ് കഴിച്ച് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം പിന്നെ വലിയ പെരുന്നാളിന് അറിവുണ്ടാകുമല്ലോ, അപ്പോൾ ഓരിക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഉമ്മാക്കൊന്നും ബീഫ് ചിക്കൻ മന്തി ഒന്നും പറ്റില്ലല്ലോ. ഓൽക്ക് ഇനി സ്പെഷ്യലായിട്ട് ഓലുണ്ടാക്കണോ, അതായത് ഓൽക്ക് ബീഫ് കിട്ടിയിട്ട് മതി പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് വരട്ടി എടുത്തിട്ട് ചോറും വെക്കുകയാണ് കേട്ടോ. ഉപ്പേരി അവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഹെൽപ്പാക്കി കൊടുത്തതിന് ശേഷം എന്താ പറയുക, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഓരോരുത്തർ എന്താ പറയുക പ്രാവശ്യമായിട്ട് പോകാനൊന്നുമില്ല. കാരണം അനിയനും ഓലൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങോട്ട് പോകാനും ഇല്ലേനു കേട്ടോ. വീട്ടിൽ തന്നെ ഇനി നമ്മളെ വലിയ പെരുന്നാൾ. അപ്പോൾ നമ്മളെ വലിയ പെരുന്നാൾ വിശേഷം എത്രയൊക്കെ ഉള്ളൂ, നിങ്ങളതൊക്കെ എങ്ങനെയൊക്കെ അതിനെന്നുള്ളത് പറയൂ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വിശേഷമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.